അൻവറിന്റെയും CK ജാനുവിന്റെയും പാർട്ടികൾക്ക് പുറമെ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കാമരാജ് കോൺഗ്രസിനെയും UDFന്റെ അസോസിയേറ്റ് അംഗമായി VD സതീശൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പ്രഖ്യാപനത്തിന് മിനിറ്റുകൾക്കകം പ്രതിപക്ഷ നേതാവിനെ തള്ളി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ തന്നെ രംഗത്ത് വന്നു. ശ്രീ PV അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്, ശ്രീമതി CK ജാനു നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി, ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കേരള കാമരാജ് കോൺഗ്രസ്, ഈ 3 കക്ഷികളെ UDFന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ഇന്നത്തെ UDF ഏകോപന സമിതി യോഗം തീരുമാനിച്ചു. വിഷ്ണുപുരം ചന്ദ്രശേഖരന് UDFൽ എടുക്കണമെന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടും. പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം സജീവമായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അത് മാത്രമാണ് ഇതിന്റെ മൂലധനം. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഞങ്ങളോട് നിരവധി പ്രാവശ്യം എന്നെ കണ്ടിരുന്നു. ഇന്നലെ വൈകുന്നേരം അദ്ദേഹം 5:42-ന് 7:41-ന് എന്നെ വിളിച്ചിരുന്നു. അപ്പം ഞാൻ ഈ വിവരം പറയുകയും ചെയ്തു അദ്ദേഹത്തോട്. ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടിട്ടാണ് അസോസിയേറ്റ് അംഗമാക്കിയതെന്നാണ് UDFന്റെ വിശദീകരണം. ഇന്ന് രാവിലെയും വിഷ്ണുപുരവുമായി നേതാക്കൾ സംസാരിച്ചു. എന്നാൽ വിഷ്ണുപുരത്തിന്റെ നിലപാട് മാറ്റത്തിന് പിന്നിൽ BJP ഇടപെടലുണ്ടെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. റോഷിപാൽ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിംഗ് റോഷിപാൽ, എന്താണ് സംഭവിച്ചത്? വിഷ്ണുപുരം ചന്ദ്രശേഖരനുമായി സംസാരിച്ചിട്ടുണ്ടെന്നത് വ്യക്തമാണ്. പക്ഷേ ഈ പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിച്ചത് കിട്ടാത്തതാണോ കാരണം? സുജയ, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി UDFിലേക്ക് ഘടകകക്ഷിയാക്കണമെന്ന ആവശ്യം ഉയർത്തി. അങ്ങനെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ K മുരളീധരൻ, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം എല്ലാ നേതാക്കളുമായി ആശയവിനിമയം നടത്തുകയും നേരിട്ട് കാണുകയും ചെയ്തതാണ്. അങ്ങനെ UDFിലേക്ക് എത്താനുള്ള താല്പര്യം അറിയിച്ച സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ കോർ കമ്മിറ്റി യോഗം ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നേതൃത്വം നൽകുന്ന കാമരാജ് കോൺഗ്രസിനെ UDFിൽ അസോസിയേറ്റ് കക്ഷിയാക്കാമെന്ന് തീരുമാനമെടുത്തത്. ഇക്കാര്യം UDF നേതൃത്വത്തെ അറിയിക്കും. UDF നേതൃത്വം ഘടകകക്ഷികളുമായി ഈ കാര്യം ആലോചിച്ച് അന്തിമ തീരുമാനം എന്ന നിലയിൽ ഇന്ന് ചേർന്ന ഏകോപന സമിതിയിൽ ആ തീരുമാനമെടുക്കുകയായിരുന്നു. പക്ഷേ അതിനുശേഷം അത് പ്രഖ്യാപനം അത് വാർത്തയായി പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ BJP നേതൃത്വം ഇടപെട്ട് വിഷ്ണുപുരം ചന്ദ്രശേഖരനെ പിന്മാറ്റിയെന്ന വിലയിരുത്തലിലേക്കാണ് UDF എത്തുന്നത്. ഏതായാലും ഒരു കൊടും ചതി വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ ഭാഗത്ത് ഉണ്ടായി എന്നാണ് UDF നേതാക്കളുടെ ആരോപണം. കാരണം രാവിലെ വരെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു. പിന്നീട് പൊടുന്നനെ UDF യോഗം തുടങ്ങിയതിനു ശേഷമോ അവസാനമോ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷമോ നിലപാട് മാറ്റിയെന്നത് ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത ആളായി വിഷ്ണുപുരം ചന്ദ്രശേഖരനും അദ്ദേഹത്തിന്റെ പാർട്ടിയും അറിയുന്ന ഒരു വിലയിരുത്തലാണ്. മാത്രവുമല്ല, ഇനി അങ്ങോട്ടേക്ക് പോയി ആരെയും വിളിച്ചു കൊണ്ടുവരേണ്ടതില്ല എന്ന തീരുമാനം UDF എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.